എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെന്റൻസ് ഇതാണ്. അത് എന്തിനെ കുറിച്ചായിരുന്നു? അതെങ്ങനെ ചോദിക്കും? എന്ത് എന്ന് പറയാൻ നമുക്കറിയാം വാട്ട്. ആയിരുന്നു എന്ന് പറയേണ്ടപ്പോൾ വാസ് യൂസ് ചെയ്യാം. സോ വാട്ട് വാസ് ഇറ്റ് എബൌട്ട് എന്ന് ചോദിച്ചാൽ അത് എന്തിനെ കുറിച്ചായിരുന്നു എന്നാണ്. എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് വാസ് ഇറ്റ് എബൌട്ട് എന്ന് ചോദിച്ചാൽ അത് എന്തിനെ കുറിച്ചായിരുന്നു എന്നാണ് മീനിങ്. ഇനി നമുക്കൊരു കാര്യം അറിയില്ല. അപ്പം നമ്മൾ സാധാരണ എങ്ങനെയാണ് പറയുന്നത്? എനിക്കറിയില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ. ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ബീറ്റ്സ് മീ. ബീറ്റ്സ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളൊരു മീനിങ് ആണ് ബീറ്റ്സ് മീ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു ഫ്രേസാണ് ഐ ഹാവ് നോ ഐഡിയ. ഐ ഹാവ് നോ ഐഡിയ എന്ന് പറഞ്ഞാലും എനിക്ക് അറിയില്ല എന്നുള്ളൊരു മീനിങ് ആണ്. ഐ ഡോണ്ട് നോ ബീറ്റ്സ് മീ അല്ലെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ. ഇനി അടുത്തത് അത് ആരാണ്? അതെങ്ങനെ ചോദിക്കും? അത് എന്ന് പറയാൻ ദാറ്റ് എന്ന് പറയാം. ആണ് എന്ന് പറയാൻ ഈസ് എന്ന ഓക്സിലറി വെർബാണ്. സോ ഹു ഈസ് ദാറ്റ് എന്ന് ചോദിച്ചാൽ അതാരാണ് എന്നാണ് മീനിങ്. ഹു ഈസ് ദാറ്റ്. ഇനി അവർ ആരാണ് എന്നാ ചോദിക്കേണ്ടതെങ്കിലോ? അവർ പ്ലൂറലാണ്. അപ്പോൾ അവർ എന്ന് പറയുന്നത് ദേ എന്നാണ് നമുക്കറിയാം. സോ അതിൻ്റെ കൂടെ ആർ എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹു ആർ ദേ എന്ന് ചോദിച്ചാൽ അവർ ആരാണ് എന്നാണ് മീനിങ്. ഹു ആർ ദേ. ഇനി അടുത്തത് അവൾ ആരാണെന്നാണ് അവൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവൾ ആരാണെന്നാണ് അവളുടെ വിചാരം എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ഹൂ ഡസ് ഷി തിങ്ക് ഷി ഈസ്. ഹൂ ഡസ് ഷി തിങ്ക് ഷി ഈസ്. ഷി തിങ്ക് എന്ന് പറഞ്ഞാൽ അവൾ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു മീനിങ് ആണ്. ഷി ഈസ് അവൾ ആണെന്ന് എന്നുള്ള മീനിങ് ആണ്. സോ ഹൂ ഡസ് ഷി തിങ്ക് ഷി ഈസ് എന്ന് പറഞ്ഞാൽ അവൾ ആരാണെന്നാണ് അവൾ വിചാരിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ഇനി നീ ആരാണെന്നാണ് നിന്റെ വിചാരം എന്ന് ചോദിക്കണമെങ്കിലോ അവിടെ ഡസ് അല്ല നീ എന്ന് പറയേണ്ടപ്പോൾ ഡു എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. സോ ഹു ഡു യു തിങ്ക് യു ആർ എന്ന് ചോദിച്ചാൽ നീ ആരാണെന്നാണ് നിന്റെ വിചാരം എന്നുള്ള മീനിങ് ആണ്. ഹു ഡു യു തിങ്ക് യു ആർ. ഇനി നമ്മൾ പറയത്തില്ലേ നാളെ കഴിഞ്ഞ് കാണാം. ഇതെങ്ങനെ പറയും? നാളെ കഴിഞ്ഞ് എന്ന് പറയുന്നത് ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്നാണ്. ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് എന്നാണ്. സോ നാളെ കഴിഞ്ഞ് കാണാം എന്ന് പറയാൻ സി യു ദ ഡേ ആഫ്റ്റർ ടുമോറോ. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുക എന്ന് പറയത്തില്ലേ? അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് സ്പീക്ക് അപ്പ്. സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കെ സംസാരിക്കുക എന്നാണ് മീനിങ്. സ്പീക്ക് അപ്പ്. ഇനി അടുത്തത് എനിക്കിത് ചെയ്യാൻ കഴിയില്ല. കഴിയും എന്ന് പറയാൻ നമുക്ക് ക്യാൻ എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയാം. അപ്പോൾ കഴിയില്ല എന്ന് പറയണമെങ്കിലോ കനോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ കനോട്ട് ഡു ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഈ കനോട്ടിനെ നമുക്ക് ഷോർട്ടാക്കി കാണ്ട് എന്നും പറയാം. സോ ഐ കാൺ ഡു ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഇനി ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല നിനക്ക് കഴിയും. അതെങ്ങനെ പറയും? യു ക്യാൻ. യു ക്യാൻ എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയും എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ പറയത്തില്ലേ കുറഞ്ഞതല്ലെങ്കിൽ ശ്രമിക്കുമെങ്കിലും ചെയ്യും. അതെങ്ങനെ പറയും? അറ്റ്ലീസ്റ്റ് ട്രൈ. അറ്റ്ലീസ്റ്റ് ട്രൈ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് എന്നുള്ള മീനിങ് ആണ്. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക എന്നാണ്. സോ അറ്റ്ലീസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രമിക്കുമെങ്കിലും ചെയ് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ ശ്രമിക്കുന്നതിൽ എന്താണ് ദോഷം എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് ദ ഹാം ഇൻ ട്രൈ. വാട്ട്സ് ദ ഹാം ഇൻ ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നതിൽ എന്താണ് ദോഷം എന്നാണ്. ഹാം എന്ന് പറഞ്ഞാൽ ദോഷം. സോ വാട്ട്സ് ദ ഹാം എന്ന് പറഞ്ഞാൽ എന്താണ് ദോഷം എന്നുള്ള മീനിങ് ആണ്. വാട്ട്സ് ദ ഹാം ഇൻ ട്രൈ. ഇനി അടുത്തത് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതെങ്ങനെ ചോദിക്കും? ദെൻ വാട്ട് ഷുഡ് ഐ ഡു. ദെൻ വാട്ട് ഷുഡ് ഐ ഡു. ദെൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നുള്ള ഒരു മീനിങ് ആണ്. വാട്ട് ഷുഡ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ദെൻ വാട്ട് ഷുഡ് ഐ ഡു. പിന്നെ ഇപ്പം നമുക്ക് വഴിയൊന്നും അറിയില്ല. നമ്മളൊരു സ്ഥലത്തോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചേർന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ പറയും? എത്തിച്ചേരുക എന്ന് പറയാൻ റീച്ച് എന്ന് പറയാം. സോ എത്തിച്ചേർന്നു എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ റീച്ച്ഡ് വരും. സോ വി റീച്ച്ഡ് ദർ സംഹൗ. സംഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ എന്നുള്ള ഒരു മീനിങ് ആണ്. സോ വി റീച്ച്ഡ് ദർ സംഹൗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എങ്ങനെയൊക്കെയോ എത്തിച്ചേർന്നു എന്നാണ് മീനിങ്. പിന്നെ
ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടുകൊണ്ടിരിക്കും അല്ലേ? അപ്പം നമ്മൾ പറയത്തില്ല അങ്ങനെ പൈപ്പ് തുറന്നിടരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് ലീവ് ദ ടാപ്പ് റണ്ണിങ്. സോ ഡോണ്ട് ലീവ് ദ ടാപ്പ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇങ്ങനെ വെള്ളം പോകുന്ന രീതി തുറന്നിടരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. അതെങ്ങനെ പറയും? ഒരുമിച്ച് വളരുക എന്ന് പറയുന്നതിന് ഗ്രൂ അപ്പ് ടുഗെദർ എന്ന് പറയാം. ഗ്രൂ അപ്പ് ടുഗെദർ. സോ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത് എന്നെങ്ങനെ പറയും? വി ഗ്രൂ അപ്പ് ടുഗെദർ. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നുള്ള മീനിങ് ആണ്. സോ വി ഗ്രൂ അപ്പ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൻ എൻ്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ എൻ്റെ പിറന്നാളിന് എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. അവൻ എൻ്റെ പിറന്നാളിന് എന്നെ വിളിച്ചില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് എന്ന ഓക്സിലറി വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ഡിഡിൻ്റ് എന്ന് വരും. സോ ഹി ഡിഡൻറ്റ് കോൾ മീ ഓൺ മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ പിറന്നാളിന് എന്നെ വിളിച്ചില്ല എന്നാണ് അർത്ഥം. ഇനി അവനെന്നെ വിളിച്ചു പോലുമില്ല എന്ന് പറയണമെങ്കിലോ ഡിഡിൻറ്റ് ഈവൻ വരും. സോ ഹി ഡിഡിൻറ്റ് ഈവൻ കോൾ മീ ഓൺ മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ പിറന്നാളിന് എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയണം, അവനൊന്ന് മാപ്പ് പോലും പറഞ്ഞില്ല. അതെങ്ങനെ പറയും? ഹി ഡിഡിൻറ്റ് ഈവൻ അപ്പോളജൈസ്. ഹി ഡിഡിൻറ്റ് ഈവൻ അപ്പോളജൈസ്. അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ മാപ്പ് പറയുക എന്നാണ്. സോ അവൻ മാപ്പ് പോലും പറഞ്ഞില്ല എന്ന് പറയാനാണ് ഹി ഡിഡിൻറ്റ് ഈവൻ അപ്പോളജൈസ്. ഇനി അടുത്തത്, എനിക്കറിയാം നീ കള്ളം പറയുകയാണെന്ന്. അതെങ്ങനെ പറയും? കള്ളം പറയുക എന്ന് പറയുന്നതിന് ലൈയിങ് എന്നുള്ള വെർബ് യൂസ് ചെയ്യാം. സോ ഐ നോ യു ആർ ലൈയിങ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നീ കള്ളം പറയുകയാണെന്ന് എന്നുള്ള മീനിങ് ആണ്. ഐ നോ യു ആർ ലൈയിങ്. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, യു ആർ ലൈയിങ് എന്ന് പറഞ്ഞാൽ നീ കള്ളം പറയുകയാണ്. സോ നീ കള്ളം പറയുകയാണെന്ന് എനിക്ക് അറിയാം എന്ന് പറയാനാണ് ഐ നോ യു ആർ ലൈയിങ്. ഇനി എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം നഷ്ടമായി. അതെങ്ങനെ പറയും? നഷ്ടമായി എന്ന് പറയാൻ ലോസ്റ്റ് എന്ന് പറയാം. സോ എൻ്റെ അവസരം എന്നെങ്ങനെയാണ് പറയുന്നത്? മൈ ചാൻസ്. പങ്കെടുക്കുക എന്ന് പറയാൻ പാർട്ടിസിപ്പേറ്റ്. സോ ഐ ലോസ്റ്റ് മൈ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് നഷ്ടമായി എന്നാണ് മീനിങ്. ഐ ലോസ്റ്റ് മൈ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ്. പിന്നെ നമ്മളിങ്ങനെ പറയത്തില്ലേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു അല്ലെങ്കിൽ വർഷങ്ങളായിരുന്നു അത് എന്ന് പറയും. അതെങ്ങനെ പറയും? Those were the best years of my life. Those were the best years of my life. My life എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം എന്നാണ്. ബെസ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വർഷങ്ങൾ എന്നുള്ള ഒരു മീനിങ് ആണ്. ആയിരുന്നു, അവ ആയിരുന്നു എന്ന് പറയാനാണ് those were എന്ന് പറഞ്ഞാൽ. സോ those were the best years of my life എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങളായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ആ ഒരു സംഭവം അവരുടെ മൊത്തം ജീവിതം മാറ്റിമറിച്ചു എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ പറയും? സംഭവം എന്ന് പറയാൻ ഇൻസിഡന്റ് എന്ന് പറയാം. സോ ദാറ്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ സംഭവം. അവരുടെ മൊത്തം ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ദ ഹോൾ ലൈഫ്. ഹോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ മൊത്തം ജീവിതം എന്നാണ്. സോ ദാറ്റ് ഇൻസിഡന്റ് ചേഞ്ച്ഡ് ദർ ഹോൾ ലൈഫ്സ് എന്ന്. ആ ഒരു സംഭവം അവരുടെ മൊത്തം ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാനാണ് ദാറ്റ് ഇൻസിഡന്റ് ചേഞ്ച്ഡ് ദർ ഹോൾ ലൈഫ്സ്. ലൈഫ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്ലൂറൽ ഫോമാണ് ലൈഫ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇൻസിഡന്റ് ചേഞ്ച്ഡ് ദർ ഹോൾ ലൈഫ്. ഇനി അടുത്തത് നമുക്കിങ്ങനെ പറയണം, ഇപ്പോൾ എൻ്റെ അവസരമാണ്. എൻ്റെ അവസരം എന്ന് പറയുന്നത് മൈ ടേൺ എന്നാണ്. സോ നൗ ഇറ്റ്സ് മൈ ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അവസരമാണ് എന്നാണ് മീനിങ്. നൗ ഇറ്റ്സ് മൈ ടേൺ. ഇനി അടുത്തത്, നമ്മൾ എന്തെങ്കിലും അറിയാതെ പറയില്ലേ, അതായത് നാവ് പിഴയ്ക്കുക എന്നൊക്കെ പറയത്തില്ലേ? സോ അത് അറിയാതെ പറഞ്ഞതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? അതിനെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് സ്ലിപ്പ് ഓഫ് ദ ടങ്. സോ ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞാൽ അത് അറിയാതെ പറഞ്ഞതായിരുന്നു എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. ഇനി ഇതിൻ്റെ അവസാന തീരുമാനമാണ്. അവസാന തീരുമാനം എന്ന് പറയാൻ ഫൈനൽ ഡിസിഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് മൈ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാന തീരുമാനമാണ് എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, പിന്നീട് ദുഃഖിക്കരുത് എന്ന് പറയണം, അല്ലെങ്കിൽ പിന്നീട് ഖേദിക്കരുത്.
അതെങ്ങനെ പറയും? ഖേദം എന്ന് പറയാൻ റിഗ്രറ്റ് എന്ന് പറയാം. സോ ഡോണ്ട് റിഗ്രറ്റ് ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് ദുഃഖിക്കരുത് എന്നാണ് മീനിങ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. ഇനി അടുത്തത്, പോയി നിന്റെ സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരൂ. അതെങ്ങനെ പറയും? ഗോ ഗെറ്റ് യുവർ സിസ്റ്റർ. ഗോ ഗെറ്റ് യുവർ സിസ്റ്റർ. ഗെറ്റ് യുവർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരൂ എന്നാണ് മീനിങ്. സോ ഗോ ഗെറ്റ് യുവർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരൂ എന്നാണ്. ഇവിടെ ഗോ ആൻഡ് ഗെറ്റ് യുവർ സിസ്റ്റർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഏത് രീതിയിൽ വേണം നമുക്ക് പറയാം. ഗോ ആൻഡ് ഗെറ്റ് യുവർ സിസ്റ്റർ അല്ലെങ്കിൽ ഗോ ഗെറ്റ് യുവർ സിസ്റ്റർ. ഇനി അടുത്തത്, നീ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെ പറയും? വാട്ട് ആർ യു ട്രൈയിങ് ടു പ്രൂവ്? ട്രൈ ടു പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ ശ്രമിക്കുക എന്നാണ്. സോ നീ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വാട്ട് ആർ യു ട്രൈയിങ് ടു പ്രൂവ്. അല്ലെങ്കിൽ നമുക്ക് പറയണം അത് തെളിയിക്ക്. അതെങ്ങനെ പറയും? പ്രൂവ് ഇറ്റ്. പ്രൂവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് തെളിയിക്ക് എന്നുള്ള മീനിങ് ആണ്. പ്രൂവ് ഇറ്റ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ എന്താണ് കുഴപ്പം? അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് റോങ്. വാട്ട്സ് റോങ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നാണ് മീനിങ്. വാട്ട്സ് റോങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.